ചില ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഒരു പിതാവ് വന്നിട്ട് തന്റെ പുത്രനെ സുഖപ്പെടുത്തണം എന്ന് ഈശോയോട് പറയുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു പരാതിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്റെ പുത്രനെ, ഇത്രയും അസുഖം ബാധിച്ച ഒരു പുത്രനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു, പക്ഷെ അതിനെ പുറത്താക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ലെന്ന് പറയുകയാണ്. അപ്പൊ ഈശോ പറയുകയാണ്, നിങ്ങൾ അവനെ എന്റെ അടുക്ക് കൊണ്ടുപോയോ, അല്ല എന്റെ അടുത്തേക്ക് കൊണ്ടുപോയോ, ഞാൻ അവനെ സുഖപ്പെടുത്താമെന്ന് പറയുകയാണ്. അങ്ങനെ ഈ അപ്പൻ നേരെ ചെന്നിട്ട് ഈ പുത്രനെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഈശോ അവനെ വളരെ കൂളായിട്ട് സുഖപ്പെടുത്തി തിരിച്ചയക്കുകയാണ്. ഇതൊക്കെ സംഭവങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് ശിഷ്യന്മാർ വന്നിട്ട് ഈശോയോട് ചോദിക്കുകയാണ്, കർത്താവേ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെ ബഹിഷ്കരിക്കാനായിട്ട് സാധിക്കാതിരുന്നത്? അത് വളരെ നല്ലൊരു പ്രവൃത്തിയായിട്ട് നമ്മൾ കാണേണ്ടതാണ്. ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു പരാജയം പറ്റി, അത് എന്തുകൊണ്ടാണ് കർത്താവ് എന്ന് ചോദിക്കുകയാണ്. അത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പറ്റിയ ഒരു പരാജയത്തിന്റെ കാരണം അറിയാനും അത് പിന്നീട് അത് പരിഹരിക്കുവാനുമായിട്ട് ശിഷ്യന്മാര് ശ്രമിക്കുകയാണ്. ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ് നിങ്ങൾക്കത് സാധിക്കാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ശിഷ്യന്മാര് തങ്ങളുടെ ജീവിതത്തില് ഈ അല്പവിശ്വാസം അല്ലെ വിശ്വാസമില്ലായ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് അതിന്റെ മേൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് വിശ്വാസമുള്ളവരായിട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോഴേക്കും ഈ ശിഷ്യന്മാര് ദൈവത്തിലുള്ള വിശ്വാസത്താൽ ചെയ്യുന്ന അത്ഭുത പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ ലേഖനവാദിൽ അല്ലെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ അത് തന്നെയാണ് കണ്ടത്. നമ്മൾ ഒരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ വന്നിട്ട് ആ പരാജയത്തിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചിന്തിക്കണം, ദൈവത്തോട് ചോദിക്കണം. എന്നിട്ട് ആ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങളും നമ്മൾ കണ്ടെത്തി അത് പ്രാവർത്തികമാക്കണം. അങ്ങനെ നമ്മുടെ പരാജയങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്